മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നതിൽ കടുത്ത അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ. പുറത്തിറങ്ങുമ്പോൾ നേരിടുന്ന ചോദ്യങ്ങൾ പ്രയാസമുണ്ടാക്കുന്നു എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വിഷയത്തിൽ ഹൈക്കമാൻഡിനെ നേരിട്ട് അതൃപ്തി അറിയിക്കാൻ ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും. എന്നാൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഘടകകക്ഷികൾ ഇടപെടേണ്ടതില്ല എന്ന നിലപാടിലാണ് KPCCയുടെ മുൻ പ്രസിഡന്റ് MM ഹസൻ. ഒരു റിപ്പോർട്ടിലേക്ക്. ചരിത്ര വിജയം നേടിയിട്ടും അതിന്റെ ആവേശം ചോരുന്ന തരത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടുപോകുന്നതിൽ കടുത്ത അമർഷമുണ്ട് മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്. രണ്ടാം നിര നേതാക്കളാണ് പരസ്യ വിമർശനം ഉന്നയിച്ചതെങ്കിൽ പാണക്കാട് കുടുംബാംഗം തന്നെ തീരുമാനം വൈകുന്നതിൽ എതിർസ്വരമുയർത്തി. എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. നല്ല തീരുമാനം വരും എന്നുള്ള പ്രതീക്ഷയിൽ ഒരു കാത്തിരിപ്പുണ്ട്. ഇതിനെ വൈകി പോകുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായി വോട്ട് ചെയ്തവർക്കൊരു നിരാശയുണ്ട്. പക്ഷേ എങ്കിലും നല്ല തീരുമാനം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ലീഗിന് മാത്രമല്ല ജോസഫ് ഗ്രൂപ്പിനും സമാന നിലപാടാണ്. പ്രഖ്യാപനം ഇനിയും നീണ്ടാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി ആശയവിനിമയം നടത്താനാണ് തീരുമാനം. മുഖ്യമന്ത്രി തർക്കത്തിൽ ലീഗ് ഇടപെടുന്നതിനെ പരോക്ഷമായി വിമർശിച്ച് KPCC മുൻ പ്രസിഡന്റ് MM ഹസൻ രംഗത്ത് വന്നു. എന്നാൽ ഘടകകക്ഷികൾക്ക് നിലപാട് പറയാമെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. കോൺഗ്രസ് പാർലമെന്റ് ഐക്യമുന്നണി ഗവൺമെന്റ് അല്ലേ, ഏകകക്ഷി ഭരണമല്ലല്ലോ. ഏകകക്ഷി ഭരണമാണെങ്കിൽ ഈ പറയുന്ന കാര്യം ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റിനകത്ത് മുഖ്യമന്ത്രി ആരാകണം എന്നതിനെക്കുറിച്ച് അവരുടേതായ നിലപാടുകളുണ്ടാകാം. അതൊക്കെ പറയേണ്ടടുത്ത് പറഞ്ഞോട്ടെ. ആരും പണ്ടും പറഞ്ഞിട്ടുണ്ടാകാം, ഇപ്പോഴും പറയുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശന് അനുകൂലമാണെങ്കിലും തീരുമാനം ഏറെ നീണ്ടാൽ മറ്റൊരാളെ പ്രഖ്യാപിച്ചാലും അംഗീകരിക്കുമെന്ന നിലപാടിലാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം. കോൺഗ്രസ് ഹൈക്കമാൻഡ് വീണ്ടും അഭിപ്രായം തേടിയാൽ മുൻ നിലപാട് ആവർത്തിക്കാൻ തന്നെയാണ് ലീഗിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.